ഹലോ അസ്സാമു അലൈക്കും നമസ്കാരം. വെൽക്കം ടു ടേൽസ് ഓഫ് നജു. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മുമ്പിട്ടിരുന്ന ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലെ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു സ്നാക്കായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടിട്ടത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പെരുംജീരകമാണ്. അതൊരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റവയാണ്. വറുത്തതോ വറുക്കാത്തോ ഏതായാലും മതി. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ പൊടിയാണ്. കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മൈദയോ അരിപ്പൊടിയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. റവയും കോൺഫ്ലോർ പൊടിയും മാത്രം മതി. ഇനി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. പിന്നെ ബോൾസാക്കി എടുക്കുന്നതിന് മുന്നേ കൈ ഒന്ന് നനച്ചെടുക്കണം. എന്നാലേ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ. അതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക. എന്നിട്ട് കൈയിൻ്റെ തള്ളവിരലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു ചെറിയ ഓൾസ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വടയുടെ ഷേപ്പിലാക്കി കൊടുക്കുക. ഇതിന് പകരമായിട്ട് ഓൾസ് ഇല്ലാതെയും ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ നമ്മുടെ ഐഡിയക്കനുസരിച്ച് ആക്കിയെടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് വട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ചിക്കൻ വേവിക്കാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് വേവുണ്ടാവും. അതുകൊണ്ട് ഫ്ലെയിം ലോയിലിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും കൂടി വേവിച്ചെടുക്കുക. ഇപ്പോൾ നല്ല ടേസ്റ്റിയായും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.